നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണവും രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയും ഒക്കെ നടക്കുമ്പോൾ ആ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ട് അക്ഷതമടക്കമുള്ളവ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സിനിമാ താരങ്ങളെയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ രണ്ട് കൈയിൽ നീട്ടി അക്ഷതം സ്വീകരിക്കുന്നതടക്കം നമ്മൾ കാണുന്നുണ്ട്. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അക്ഷതം രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച് തൊഴുതു വാങ്ങുന്ന മമ്മൂട്ടിയെയും കേരളത്തിന് കാണാൻ കഴിഞ്ഞു. മതേതരത്വത്തിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമായിരുന്നു അത് എന്ന് പറയേണ്ടത്. പക്ഷേ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഗായിക ചിത്ര ചേച്ചി ഉമ്മാക്കി കാണിക്കുവാനും ഒപ്പം തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പഠിപ്പിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിച്ച ഇടതുപക്ഷ കമ്മികളുണ്ടല്ലോ, ഇടതുപക്ഷത്തെ പുക്കുറ്റികളെ കണ്ടാൽ വിളിച്ചു മാറ്റി നിർത്തി ഒരു കഥ പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിൽ ഹിമവൻ രുദ്രൻ പറയുകയാണ്. 1997 ഗുൽഷൻ കുമാർ എന്ന ടി സീരീസിന്റെ ഉടമസ്ഥനുമായിരുന്നു ആ ഇതിഹാസ ഗായകൻ കൊല്ലപ്പെട്ടത്. അബുസലീം എന്ന ബാബറിന് വാര്യകുന്നലിലുണ്ടായ അധോലോക തെമ്മാടിക്ക് 10 കോടി രൂപ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന്റെ പേരിലായിരുന്നു. അങ്ങനെ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന്റെ പേരിൽ മരണപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിത്വമായി ഒരു ടി സീരീസുകാരനായ ഗുൽഷൻ കുമാർ മരിച്ചു വീഴുകയായിരുന്നു. അന്ന് ഇതിലും പ്രബലമായി, ഇതിനേക്കാൾ ഏറെ പ്രബലമായി ഇടതുപക്ഷം എന്ന കറക്ക് കമ്പനിയും പരിവാരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അബൂസലീം എന്ന് പോയിട്ട് അമ്മേ എന്ന് പോലും ഈ പറയുന്ന ഇവന്മാരൊന്നും വാതുറന്ന് വിളിക്കില്ലായിരുന്നു എന്നുള്ളത് സത്യം. അന്തകാലത്ത് കറാച്ചി ഗുൾസ് പൂണ്ടുവിളയാടി നിന്ന സമയത്ത് പോലും ഈ അബൂസലീമും അവന്റെ മൂത്താപ്പ ദാവൂദ് ഇബ്രാഹിമും ആ കാലത്ത് കറാച്ചി ഗുൾസ് പൂണ്ടുവിളയാടി നിന്ന സമയത്ത് പോലും ഈ അബൂസലീമും അവന്റെ മൂത്താപ്പായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിം ഉണ്ടല്ലോ, ആ ദാവൂദ് ഇബ്രാഹിമും തൊടാൻ പേടിച്ച് മണ്ടി നിന്ന വിഷയമായിരുന്നു ഈ അയോധ്യ എന്ന് പറയപ്പെടുന്ന വിഷയം. കാരണം അതിന്റെ അമരക്കാർ സംഘപരിവാരും ഹിന്ദു ഹൃദയ സാമ്രാട്ടുമായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. കാരണം അതിന്റെ അമരക്കാർ ആരായിരുന്നു എന്ന് ഇവർക്കറിയാമായിരുന്നു. സംഘപരിവാരവും ഹിന്ദു ഹൃദയ സാമ്രാട്ടായിരുന്ന ബാത്താക്കറെ, ശക്തനായ ബാത്താക്കറയുമായിരുന്നു എന്നുള്ളതും മറന്നുപോയില്ല. തൊട്ടാൽ കൊള്ളുമെന്ന് അവന്മാർക്ക് നല്ല ബോധ്യമായിരുന്നു അന്ന്. ഇന്ന് അവന്മാരും അവന്മാരുടെ പെണ്ണാട്ടി പിള്ളാരും അജ്ഞാതന്മാരെ പേടിച്ചുകൊണ്ട് ജീവന് വേണ്ടിയിട്ട് പേടിക്കുകയാണ്. മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന സമയത്ത് അന്ന് എലിപൊക്കി കീഴായി വിടാൻ പോലും മടിച്ചു നിന്നവന്മാരാണ് ഇന്ന് ചിത്രയെ പോലുള്ളവരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പഠിപ്പിക്കുവാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ളത് കേൾക്കുമ്പോൾ ആ കഷ്ടം എന്ന് പറയേണ്ടി വരുന്നു. പോയി പണി നോക്കിയിട എന്ന് കൂടി പറയേണ്ടി വരും. തിരിച്ച് രാഷ്ട്രീയം പറയാനോ തന്റെ ഇഷ്ടം സംവദിക്കാനോ അറിയാത്ത ഒരു പാവം ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് മാത്രമാണ് ചിത്രയെ ഇവർ ടാർഗറ്റ് ചെയ്തത് എന്നുകൂടി പറയേണ്ടി വരും. മോഹൻലാലിനെയോ രജനീകാന്തിനെയോ അമിതാഭ് ബച്ചനെയോ ഇല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറെയോ ഇവരെ ആരെങ്കിലും വിമർശിക്കുവാനുള്ള കരുത്ത് ഇവന്മാർക്കുണ്ടോ? ഇവന്മാർ അങ്ങനെ പുറപ്പെടുമോ ഇവരെ ഒന്ന് വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട്? അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അവരുടെ ഒറ്റ മറുപടിയിൽ ഇൻഡസ്ട്രിയിലെ ഇടതുവാണങ്ങൾ പലതും വീട്ടിൽ കയറി വിളിക്കേണ്ടി വരും. കേരളത്തിന്റെ ബിസിനസ്സിലെ മാർക്കറ്റിംഗിൽ തന്നെ അവരുടെ മറുപടികൾ ഈ നമ്മൾ വിതറുന്ന ചില നായ്ക്കളുടെ പൊടിയുണ്ടല്ലോ, അത് വിതർന്ന് തുല്യമായി മാറുകയും ചെയ്യും. തകർന്ന് തരിപ്പണമായി പോകും. ബാബറിന് ശേഷമുള്ള ചരിത്രവും രാഷ്ട്രീയവും മാത്രം അത് മനഃപൂർവ്വം പറയുന്നവന്മാരെ കെട്ടിവലിച്ച് ത്രേതായുഗത്തിലും സത്യയുഗത്തിലും കൊണ്ടുപോയി പിള്ളേർ കെട്ടുന്നൊരു കാലം ഉണ്ടാകുന്നതോട് മറന്നുപോകരുത്. പിന്നെ ഇവന്മാരുടെ ഗതികേടിന്റെ ചരിത്രം, ആ ഗതികേടിന്റെ ചരിത്രം സമൂഹത്തിൽ ചിരി തന്നെ പടർത്തുക മാത്രമായിരിക്കും ചെല്ലുക എന്നുകൂടി പറയേണ്ടത്. എടാ കാക്കക്കൂട്ടിൽ കുയിലുണ്ടായമാരെ വെറുതെ കിടന്നു പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അതായത് ഈ കടലാസ് കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി ഈടിയുടെ നോട്ടീസ് വാങ്ങിയിരിക്കുന്ന നിന്റെയൊക്കെ പൊന്നുതമ്പുരാനുണ്ടല്ലോ, ആ പൊന്നുതമ്പുരാന്റെ സീമന്തപുത്രിയുടെ അവധാന കഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവധാനങ്ങൾ പാടുന്ന സ്വരസ്ഥാനങ്ങളും വളിച്ച വായുമായി ചിത്ര എന്ന സ്വാത്വിക ഗുണം അത് ജാസ്തിയായിട്ടുള്ള ഒരു ഹിന്ദു ഗായികയുടെ മിതത്വത്തെ പദം കണ്ട് വെട്ടാൻ നിൽക്കരുത് എന്ന് പറയുകയാണ് നിങ്ങൾ. അത്ര വിജൃംഭിച്ച് നിൽക്കുവാനേ നീ ചിത്ര ചേച്ചിയെ വിട്ടിട്ട് രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ യജമാന സ്ഥാനത്തുള്ളവൻ, അതായത് രാമന് ശേഷമുള്ള കൃഷ്ണാവതാരം കാണാൻ
17-ന് ഗുരുവായൂർ വന്ന് മടങ്ങിപ്പോയവൻ, ഓർമ്മയുണ്ടോ ആ പേര്? അദ്ദേഹത്തെ കാണുക. ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാതെ വാളും നോക്കി തേരാപ്പാര നടന്നവനോട്, ആ അത്തരത്തിൽ നടന്നവനോട് ചെന്ന് പുരികം വളച്ചു കാണിക്കുവാൻ പറ, എന്നിട്ട് കാണട്ടെ മിടുക്ക് എന്ന് നമ്മൾ അറിയട്ടെ. 16 സ്റ്റേറ്റ് അവാർഡ് കേരളത്തിൽ നിന്ന് വാങ്ങിയ ചിത്ര, അതിന്റെ ഇരട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യം നൽകി സ്വീകരിച്ച, രാജ്യത്തിൻ്റെതായിട്ടുള്ള അന്താരാഷ്ട്രപരമായിട്ടുള്ള പലതരത്തിലുള്ള ബഹുമതികൾ വാങ്ങിക്കൂട്ടിയ വ്യക്തിത്വം, ആന്ധ്രയിൽ നിന്ന് തന്നെ 11 തവണ അവാർഡ് വാങ്ങിയിട്ടുള്ള വ്യക്തിത്വം. ആ സ്ത്രീ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസമായ സനാതനത്തിന്റെ പേരിലോ ഭാരതത്തിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടേ, അതിന്റെ വില അവരുടെ തന്നെ നിശബ്ദത ഭേദിച്ചാൽ നിങ്ങൾ അറിയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും കളയാൻ വെച്ചിരിക്കുന്ന തവിട് മുറത്തിന് മൂലയിൽ മാറ്റിവെച്ചിരിക്കുന്നത് പോലെ ഈ ചുരുട്ടിക്കൂട്ടി കേരളം എന്ന മൂലയിൽ വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് മാക്രിക്കൂട്ടങ്ങളുടെ ഗതികേടിന്റെ പേരിലുള്ള ഒരു സുഡാപ്പി ലൈൻ ഉണ്ടല്ലോ. അതായത് വോട്ട് ബാങ്കിന് വേണ്ടി, സുഡാപ്പി വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നിലപടി കൂടിയാണ് ഇതെന്ന് അറിയുമ്പോൾ ചിത്രയ്ക്ക് വേണ്ടി ചിത്രവധ സമാനത തന്നെ ഉണ്ടാക്കാൻ രാമൻ അറിയാം എന്ന് കൂടി പറയട്ടെ. അല്ലെങ്കിൽ തന്നെ രാമൻ എന്ന ആ ഒരൊറ്റ പേരിന് ഇന്ദ്രപ്രസ്ഥത്തിന്റെ അവകാശിയെ പോലും നിർണയിക്കുവാൻ കഴിയുന്നു. അത്തരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അവകാശിയെ പോലും നിർണയിക്കുവാൻ കഴിയുന്ന കാലത്തിന്, ആ കാലത്തിന് കഴിയുമെന്ന് തെളിയിച്ചതിന്റെ കൊട്ടിക്കലാശമാണല്ലോ ഇതെല്ലാം നടക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവല്ല കോർപ്പറേറ്റ് ബാങ്ക് കൊള്ളയിൽ നടത്തി വല്ല ക്യാപ്സ്യൂളും ഇറക്കി നടന്നാൽ മതിയായിരുന്നു. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതിനൊന്നും പറ്റിയില്ലേ? വേറെ എന്തെങ്കിലും പണിക്കിറങ്ങുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി പറയട്ടെ. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടു മടിക്കേണ്ടത് ഈ പാവപ്പെട്ട എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തിരിച്ചു പറയില്ല എന്ന് നിങ്ങൾക്കുറപ്പുള്ള ചിത്രയെപ്പോലുള്ള പാവപ്പെട്ട ഒരു സ്ത്രീയോടായിരിക്കരുത്. അങ്ങനെ കണക്ക് ചോദിക്കുവാനും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചറിയുവാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ 17-ന് ഗുരുവായൂർ നടയിൽ വന്നു നിന്ന് ജനങ്ങൾക്കായി ജനങ്ങളോടൊപ്പം നിന്ന നേതാവ് നരേന്ദ്രമോദി, അദ്ദേഹത്തിനോട് നിങ്ങളൊന്ന് കിടപിടിക്കാൻ ശ്രമിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഒരു പേക്കിനാവായി മാത്രം നിങ്ങൾ ഇതിനെ കരുതുക. ഒരു ശാരദാദേവി ക്ഷേത്രത്തിന് മുമ്പിൽ ശ്യാമള ദണ്ഡകം ചൊല്ലുന്ന ചിത്രയെ കൂടി നിങ്ങൾ കാണേണ്ടി വരും കാലത്ത്. അത് പറയുന്നു. തൽക്കാലം ഈ രാംലല്ല എന്ന് പറയപ്പെടുന്ന അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയായി ആകപ്പെടുന്നു. ആ പ്രാണപ്രതിഷ്ഠയിൽ സ്വസ്ഥമാവട്ടെ അദ്ദേഹം. അപ്പോൾ ചെരുവിന്റെ വെട്ടുക്കിളിക്കൂട്ടങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നല്ല പച്ചയിറക്കിൽ കുറെ ചീകി മുണ്ടിന്റെ കോങ്കായത്തിൽ കുത്തിവെച്ചേരെ നാക്ക് പിഴയ്ക്കാതെ ഒരുപാട് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റൻസ് പഠിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ഉടായിപ്പുമായി ഇറങ്ങരുത് എന്നുള്ളൊരു സൂചനയും ഒപ്പം തന്നെ താക്കീതുമാണിത് എന്ന് കൂടി പറയുകയാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചും രാമനാമത്തെക്കുറിച്ചും പറഞ്ഞ ചിത്രയെക്കുറിച്ച് ഇങ്ങനെ സൈബർ കമ്മികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പൊല്ലാപ്പുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിർത്തുക, അവിടെ നിൽക്കട്ടെ. ഈ ഗായിക ആരുടെയും സ്വന്തമല്ല, ഇവർ ഭാരതത്തിന്റെയാണ് എന്ന് കൂടി അറിയുക. ഇവർ നമ്മുടെ അഭിമാനമാണ്. അവരെ അപമാനിക്കരുത്.